നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചോ? നാളെയാണ് എക്സാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എനിക്ക് അതില്ല. ഓക്കെ, ടോളറൻസ് ടെസ്റ്റ് പറ. പ്രിപ്പറേഷൻ. ഓക്കെ, ഗുഡ്. ഹുസ്ന, ബെനഡിക്ട് ടെസ്റ്റ് പറ. ഓക്കെ, ഗുഡ്. സെല്ലിയ, സെല്ലിയ, അയോഡിൻ ടെസ്റ്റ് പറ. ഓക്കെ, ഗുഡ്. ഇത്രയാണ് ടെസ്റ്റുകൾ. നമുക്ക് അടുത്ത യൂണിറ്റിലോട്ട് പോകാം. ഓക്കെ, അടുത്ത യൂണിറ്റ് 2. നിങ്ങൾക്ക് നാളെ യൂണിറ്റ് 1 എക്സാം ഉണ്ട്, പഠിച്ചിട്ട് വരാം. ഓക്കെ, യൂണിറ്റ് 2 കെമിസ്ട്രി ഓഫ് ലിപ്പിഡ്സ്. യൂണിറ്റ് 2 എന്ന് കൊടുക്കുക. ഇൻ ദാറ്റ് സബ് ഹെഡ് യൂണിറ്റ് 2 എന്ന് മെയിൻ ഹെഡിങ് കൊടുക്കുക. ഇൻ ദാറ്റ് സബ് ഹെഡിങ് കെമിസ്ട്രി ഓഫ് ലിപ്പിഡ്സ്. ഇതിൽ നമ്മൾ ലിപ്പിഡ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യം ലിപ്പിഡ്സിന്റെ കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രി ഓഫ് ലിപ്പിഡ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, in that lipids are defined as a group of naturally occurring substances consisting of higher fatty acids. Lipids in just definition ആണ് പറഞ്ഞിരിക്കുന്നത്. Lipids are defined as a group of naturally occurring substances. അതായത് lipids എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ naturally occur ചെയ്യുന്ന മീൻസ് നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന substances ആണ്. Okay, lipids are defined as a group of naturally occurring substances. നാച്ചുറലി ഒക്കർ ചെയ്യുന്ന നാച്ചുറൽ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഘടകങ്ങളുടെ ഗ്രൂപ്പാണ് ലിപ്പിഡ്സ്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ്. ഇതിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഹയർ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ്, ഉയർന്ന രീതിയിലുള്ള ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. എന്നോട് പറയാം, കെമിസ്ട്രി ഓഫ് ലിപ്പിഡ്സ് ആണ് ഹെഡിങ്. ഇൻ ദാറ്റ് ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ലിപ്പിഡ്സ് ആർ ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് നാച്ചുറലി ഒക്കറിംഗ് സബ്സ്റ്റൻസസ്. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന സബ്സ്റ്റൻസസിന്റെ ഗ്രൂപ്പാണ്. ഇതിൽ കൺസിസ്റ്റിംഗ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ്. ഇതിൽ ഉയർന്ന രീതിയിലുള്ള ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് വൈസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, they are insoluble in water. They are insoluble in water but soluble in organic solvents like ether, chloroform, benzene and acetone.
ഒന്നുകൂടി പറയാം. They are insoluble in water but soluble in organic solvents like ether, chloroform, benzene and acetone. അതായത് ഇത് ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്, വാട്ടറിൽ ലയിക്കത്തില്ല, ജലത്തിൽ ലയിക്കത്തില്ല. ഓക്കെ, അതായത് ലിപ്പിഡ്സ് ജലത്തിൽ ലയിക്കില്ല, പക്ഷെ എന്താണ് ഓർഗാനിക് സോൾവെന്റ്സിൽ ലയിക്കും. ജൈവികമായിട്ടുള്ള ലായകങ്ങളിൽ, സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ലായകങ്ങൾ, ജൈവികപരമായിട്ടുള്ള ലായകങ്ങളിൽ ലയിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഈതർ, ക്ലോറോഫോം, അതുപോലെ തന്നെ ബെൻസീൻ ആൻഡ് അസറ്റോൺ. ഇതിലെല്ലാം എന്താണ് ഈ ലിപ്പിഡ്സ് ലയിക്കും. ഒന്നുകൂടി പറയാം. They are insoluble in water but soluble in organic solvents like ether, chloroform, benzene and acetone. അതായത് ലിപ്പിഡ്സ് ജലത്തിൽ ലയിക്കത്തില്ല, പക്ഷെ എന്താണ് ജൈവികപരമായിട്ടുള്ള ലായകങ്ങളിൽ ലയിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് ഈതർ, ക്ലോറോഫോം, ബെൻസീൻ ആൻഡ് അസറ്റോൺ. ഇതുപോലുള്ള ഘടകങ്ങളിലൊക്കെ ലിപ്പിഡ്സ് ലയിക്കും. ക്ലിയർ ആയ പോയിന്റ്? Okay. Then second point, lipids include fats, oils, waxes and related compounds. Lipids include fats, oils, waxes and related compounds. അതായത് ലിപ്പിഡ്സിൽ എന്തൊക്കെയുണ്ട്? ഫാറ്റ്സ് ഉണ്ട്, മീൻസ് കൊഴുപ്പുണ്ട്, ഓയിൽസ് ഉണ്ട്, ദെൻ വാക്സ് എന്ന് പറഞ്ഞാൽ മെഴുകുണ്ട്, ആൻഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് പറയാം ലിപ്പിഡ്സ് ഇൻക്ലൂഡ് ഫാറ്റ്സ്, ഓയിൽസ്, വാക്സസ് ആൻഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സ്. അതായത് ലിപ്പിഡ്സിൽ ഫാറ്റ് ഉണ്ട്, ഓയിൽസ് ഉണ്ട്, വാക്സ് മീൻസ് മെഴുക്, വാക്സസ് ഉണ്ട്, ആൻഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളെല്ലാം ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, they are widely distributed in nature both in plants and in animals. They are widely distributed in nature both in plants and animals. ഇത് നാച്ചുറൽ വളരെ വ്യാപകമായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട്, അതായത് പ്ലാന്റ്സിലും ഉണ്ട്, ആനിമൽസിലും ഉണ്ട്. They are widely distributed in nature both in plants and animals. അതായത് ഇത് വളരെ വ്യാപകമായിട്ട് നാച്ചുറൽ വിതരണം ചെയ്തിട്ടുണ്ട്, അതായത് ആനിമൽസിലും ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സിലും ഉണ്ട്. ക്ലിയർ ആയോ? Is it clear? Okay. Then last point, lipids are organic compounds formed mainly from alcohol and fatty acids combined together by ester linkage. Lipids are organic compounds. അതായത് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, മീൻസ് ജൈവികപരമായിട്ടുള്ള ഘടകങ്ങളാണ്. ഫോംഡ് ബൈ, അതായത് ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് മെയിൻലി ഫ്രം ആൽക്കഹോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ് കമ്പൈൻഡ് ടുഗദർ ബൈ എസ്റ്റർ ലിങ്കേജ്. അതായത് ആൽക്കഹോളും ഫാറ്റി ആസിഡും കൂടി ചേർന്നിട്ട്, മീൻസ് അതിനെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു ബോണ്ട് ആണ് എസ്റ്റർ ലിങ്കേജ്. ആ എസ്റ്റർ ലിങ്കേജ് വഴി കൂടി ചേർന്നിട്ടാണ് ലിപ്പിഡ്സ് ഉണ്ടാകുന്നത്. എന്നുകൂടി പറയാം, ലിപ്പിഡ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതായത് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ജൈവികപരമായിട്ടുള്ള ഘടകമാണ്. then formed mainly from alcohol and fatty acids combined together by ester linkage. അതായത് ലിപ്പിഡ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കഹോളും ഫാറ്റി ആസിഡും കൂടി ചേർന്നിട്ടാണ്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കേജിനെ എസ്റ്റർ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ, ഈ എസ്റ്റർ ലിങ്കേജ് ആണ് ഈ എന്താ പറയാ ഫാറ്റി ആസിഡിനെയും ആൽക്കഹോളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ലിപ്പിഡ്സ് ഉണ്ടാകുന്നത്. Lipids are organic compounds formed mainly from alcohol and fatty acids combined together then by ester linkage. Clear ആയോ? Okay. ഇത്രയാണ് കെമിസ്ട്രി ഓഫ് ലിപ്പിഡ്സ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. In that definition ആണ്, lipids are defined as a group of naturally occurring substances consisting of higher fatty acids. അതായത് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഘടകങ്ങളാണ്. ദെൻ ഇതിൽ എന്ത് അടങ്ങിയിട്ടുണ്ട്? ഉയർന്ന രീതിയിലുള്ള ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് they are insoluble in water but soluble in organic solvents like ether, chloroform, benzene and acetone. അതായത് ഇത് ജലത്തിൽ ലയിക്കത്തില്ല, പക്ഷെ ഓർഗാനിക് ആയിട്ടുള്ള ലായകങ്ങളിൽ ലയിക്കും. അതായത് ഈതർ, ക്ലോറോഫോം, ബെൻസീൻ, അസറ്റോൺ എന്നൊക്കെ പറഞ്ഞ ഘടകങ്ങളിലൊക്കെ ലയിക്കും.
Then next point, lipids include fats, oils, waxes and related compounds. Lipids അടങ്ങിയിരിക്കുന്നത് ഫാറ്റ്, ഓയിൽ, then wax and related ആയിട്ടുള്ള ഘടകങ്ങളാണ്. Then next point, they are widely distributed in nature both in plants and in animals. അതായത് ഇത് വളരെ വ്യാപകമായിട്ട് തന്നെ നാച്ചറിൽ വിതരണം ചെയ്തിട്ടുണ്ട്, പ്ലാന്റ്സിലും അതുപോലെ തന്നെ ആനിമൽസിലും. The last point, lipids are organic compounds formed mainly from alcohol and fatty acids combined together by ester linkage. അതായത് ലിപ്പിഡ്സ് ഓർഗാനിക് ആയിട്ടുള്ള ജൈവികമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇത് ഫോം ചെയ്യുന്നത് ആൽക്കഹോളും ഫാറ്റി ആസിഡും കൂടി ചേർന്നിട്ടാണ്. മീൻസ് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എസ്റ്റർ ലിങ്കേജ് ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത സബ് ഹെഡിങ് കൊടുക്കാം, റോൾ ഓഫ് ലിപ്പിഡ്സ്. അടുത്ത ഹെഡിങ് റോൾ ഓഫ് ലിപ്പിഡ്സ്. ലിപ്പിഡ്സിന്റെ റോൾ എന്തൊക്കെയാന്ന് നോക്കാം. Okay, in that first one, lipids supply the essential fatty acids which cannot be synthesized in the body. അതായത് ലിപ്പിഡ്സ് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഫാറ്റി ആസിഡ്സിനെ വിതരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ലിപ്പിഡ്സ് ബോഡിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ മീൻസ് എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഫാറ്റി ആസിഡ്സിനെ വിതരണം ചെയ്യുന്നുണ്ട്. Lipids supply the essential fatty acids which cannot be synthesized in the body. അതായത് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത രീതിയിലുള്ള ഫാറ്റി ആസിഡ്സിനെ സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ലിപ്പിഡ്സ്. അതാണ് ഒന്നാമത്തെ റോൾ. Lipids supply the essential fatty acids which cannot be synthesized in the body. Clear ആയോ? Okay. Then second role, they are important constituents of the nervous system. They are important constituents of the nervous system. അതായത് നെർവസ് സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടും നിലകൊള്ളുന്നുണ്ട്. Okay, they are important constituents of the nervous system. നെർവസ് സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നിലകൊള്ളുന്നുണ്ട്. Clear? They are important constituents of the nervous system. നെർവസ് സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണിത്. ഓക്കെ, ആ ഒരു റോളും വഹിക്കുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, സപ്ലൈ ദ ബോഡി വിത്ത് ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ്. സപ്ലൈ ദ ബോഡി വിത്ത് ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ്. അതായത് കൊഴുപ്പിൽ അലിയുന്ന വിറ്റാമിൻസിനെ ബോഡിയിൽ വിതരണം ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഫാറ്റ് സോലുബിൾ എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ അലിയുന്ന വിറ്റാമിൻസിന്, ഫാറ്റിൽ ലയിക്കുന്ന വിറ്റാമിൻസിനെ ബോഡിക്ക് സപ്ലൈ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. സപ്ലൈ ദ ബോഡി വിത്ത് ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ്. അതായത് ഫാറ്റ് സോലുബിൾ എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ ലയിക്കുന്ന രീതിയിലുള്ള വിറ്റാമിൻസിനെ ബോഡിക്ക് സപ്ലൈ ചെയ്യാനും വിതരണം ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഏതൊക്കെയാ ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ്? കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. What are the fat soluble vitamins? ആരെങ്കിലും പറയാം? What are the fat soluble vitamins? കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. വിറ്റാമിൻസ്, മൾട്ടി വിറ്റാമിൻസ് എന്നൊക്കെ ഒന്ന് പഠിച്ചായിരുന്നു ഫാർമസിയിൽ, സോറി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ. ആർക്കും അറിയില്ല? Fat soluble vitamins A, D, E, K. A, D, E, K. Okay. A, D, E and K. അതാണ് fat soluble vitamins. Is it clear? Okay. Then next point, energy storage. Energy storage means ഊർജ്ജത്തെ സൂക്ഷിച്ചു വെക്കാനും സഹായിക്കുന്നുണ്ട്. Energy storage. Then next point, maintenance of temperature. ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മീൻസ് ശരീര താപനിലയെ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, പ്രോസ്റ്റാഗ്ലാൻഡിൻ ഫോർമേഷൻ ആൻഡ് റോൾ ഇൻ ഇൻഫ്ലമേഷൻ. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഫോർമേഷൻ ആൻഡ് റോൾ ഇൻ ഇൻഫ്ലമേഷൻ. അതായത് പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്താണെന്ന് നമ്മൾ
ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജിയിൽ പഠിച്ചായിരുന്നു. പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ ഇൻഫ്ലമേഷൻ ആണ്. അതിന്റെ റോൾ ഇൻ ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേഷനിലൊരു റോള് വഹിക്കുന്നുണ്ട്. പ്രോസ്റ്റോഗ്ലാൻഡിൻ രൂപം കൊള്ളാനും സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇൻഫ്ലമേഷനിൽ ഒരു റോളും ഉണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, കൊളസ്ട്രോൾ ഫോർമേഷൻ. കൊളസ്ട്രോൾ ഫോം ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ രൂപം കൊള്ളുന്നതിനും സഹായിക്കുന്നുണ്ട്. അതാണ് അടുത്ത പോയിന്റ്, കൊളസ്ട്രോൾ ഫോർമേഷൻ. Then next point, metabolic regulator. Metabolic regulator means മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കുന്നത്. മീൻസ് മെറ്റബോളിസത്തിനും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് മെറ്റബോളിക് റെഗുലേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. മെറ്റബോളിക് റെഗുലേറ്റർ, അതായത് മെറ്റബോളിസത്തിനും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. Then next point, flavor and taste to food. Flavor and taste to food സെയിം മീനിങ് തന്നെ. അതായത് എന്താ പറയുക, ഫുഡിന് രുചി അല്ലെങ്കിൽ സ്വാദ് നൽകാൻ സഹായിക്കുന്നുണ്ട്. ഫുഡിന് രുചി അല്ലെങ്കിൽ സ്വാദ് നൽകാൻ സഹായിക്കുന്നുണ്ട്. ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് ടു ഫുഡ്. നെക്സ്റ്റ് പോയിന്റ്, എ പാർട്ട് ഫോർ ദ ഇന്റേണൽ ഓർഗൻസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം ഔട്ട്സൈഡ് ഷോക്ക്. എ പാർട്ട് ഫോർ ദ ഇന്റേണൽ ഓർഗൻസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം ഔട്ട്സൈഡ് ഷോക്ക്. അതായത് ഒരു പാഡായിട്ട് നിലകൊള്ളും. പാഡ് എന്ന് പറഞ്ഞാൽ ഒരു മെത്ത പോലെ നിലകൊള്ളുന്നുണ്ട് ഇന്റേണൽ ഓർഗൻസിൽ. അതായത് ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യത്തെ തടഞ്ഞു വെക്കാൻ, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാഡായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇന്റേണൽ ഓർഗൻസ് മീൻസ് ആന്തരിക അവയവങ്ങളെ പുറമേ നിന്നുള്ള ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, പുറമേ നിന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം എന്താ പറയാ, അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാഡായിട്ടും നിലകൊള്ളുകയാണ്. ഒരു മെത്ത പോലെയും നിലകൊള്ളുന്നുണ്ട്. ഇന്റേണൽ ഓർഗൻസിന്റെ മീൻസ് ആന്തരിക അവയവങ്ങളുടെ ചുറ്റും ഒരു പാഡ് പോലെയും നിലകൊള്ളുന്നുണ്ട്, മെത്ത പോലെയും നിലകൊള്ളുന്നുണ്ട്. ഇത് പ്രൊട്ടക്ട് ദം ഫ്രം ഔട്ട്സൈഡ് ഷോക്ക്, അതായത് പുറമേ നിന്നുള്ള ഷോക്കിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. എ പാഡ് ഫോർ ദ ഇന്റേണൽ ഓർഗൻസ്, അതായത് ഇന്റേണൽ ഓർഗൻസിന്റെ ഒരു പാഡായിട്ട് നിലകൊള്ളുകയാണ്. പാഡ് എന്ന് പറഞ്ഞാൽ ഒരു മെത്ത പോലെ നിലകൊള്ളുകയാണ്. ഓക്കെ. ദെൻ ടു പ്രൊട്ടക്ട് ദം ഫ്രം ഔട്ട്സൈഡ് ഷോക്ക്. ഇങ്ങനെ പാഡ് പോലെ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ അതെന്താണ്, ഈ ഇന്റേണൽ ഓർഗൻസിനെ പുറമേ നിന്നുള്ള ഷോക്കിൽ നിന്നെല്ലാം തടയുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ. ഒന്നുകൂടി പറയാം. റോൾ ഓഫ് ലിപ്പിഡ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. In that first point, lipids supply the essential fatty acids which cannot be synthesized in the body. അതായത് ലിപ്പിഡ്സ് ശരീരത്തിൽ ഫാറ്റി ആസിഡ്സിനെ വിതരണം ചെയ്യുന്നുണ്ട്. അതായത് ബോഡി ഉൽപ്പാദിപ്പിക്കാത്ത രീതിയിലുള്ള ഫാറ്റി ആസിഡ്സിനെ വിതരണം ചെയ്യുന്നുണ്ട്. Then second point, they are important constituents of the nervous system. അതായത് നെർവസ് സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടും നിലകൊള്ളുന്നുണ്ട്. Then next point, supply the body with fat soluble vitamins. അതായത് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള, കൊഴുപ്പിൽ ലയിക്കുന്ന രീതിയിലുള്ള വിറ്റാമിൻസിനെയും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ADEK എന്ന് പറഞ്ഞ വിറ്റാമിൻസിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എനർജി സ്റ്റോറേജ്, ഊർജത്തെ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, മെയിൻ്റെനൻസ് ഓഫ് ടെമ്പറേച്ചർ, അതായത് താപനിലയെ നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, പ്രോസ്റ്റോഗ്ലാൻഡിൻ ഫോർമേഷൻ ആൻഡ് റോൾ ഇൻ ഇൻഫ്ലമേഷൻ. പ്രോസ്റ്റോഗ്ലാൻഡിൻ രൂപം കൊള്ളുന്നതിന് സഹായിക്കുന്നുണ്ട്, ഇൻഫ്ലമേഷനിൽ ഒരു റോളും വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, കൊളസ്ട്രോൾ ഫോർമേഷൻ. കൊളസ്ട്രോൾ രൂപം കൊള്ളുന്നതിന് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, മെറ്റബോളിക് റെഗുലേറ്റർ. മെറ്റബോളിസം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് ടു ഫുഡ് മീൻസ് ആഹാരത്തിന് അല്ലെങ്കിൽ ഫുഡിന് ടേസ്റ്റ് നൽകാൻ അല്ലെങ്കിൽ രുചി നൽകാനും സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, എ പാഡ് ഫോർ ദ ഇന്റേണൽ ഓർഗൻസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം ഔട്ട്സൈഡ് ഷോക്ക്. അതായത് ഇന്റേണൽ ഓർഗൻസിലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പാഡായിട്ട് ഒരു മെത്ത പോലെ നിലകൊള്ളുന്നു. ഇത് ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ഷോക്കിൽ നിന്നെല്ലാം ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. Is it clear? Clear ആയ റോൾസ്? ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ്സ്. നെക്സ്റ്റ് ഹെഡിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് lipids. Okay. In that first one, simple lipids. Simple lipids. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ
lipids. Okay, എന്താന്ന് നോക്കാം. They are esters of fatty acids with alcohol. അതായത് ഇത് ഫാറ്റി ആസിഡിന്റെയും ആൽക്കഹോളിന്റെയും എസ്റ്റർ ആണ്. എസ്റ്റർ എന്താന്ന് കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിന്റെ മലയാളം ഒക്കെ ഞാൻ പിന്നീട് എസ്റ്റർ എന്താന്ന് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദേ ആർ എസ്റ്റേഴ്സ് ഓഫ്, നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്, നോക്കുക. ഓക്കെ, ദേ ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് ആൽക്കഹോൾ. അതായത് ഫാറ്റി ആസിഡിന്റെയും ആൽക്കഹോളിന്റെയും എസ്റ്റേഴ്സ് ആണ് സിമ്പിൾ ലിപ്പിഡ്സ്. ഓക്കെ, ദെൻ അതിന്റെ രണ്ട് പോയിന്റ് വരുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. അതായത് ഫാറ്റും ഓയിൽസും ആണ് ഒന്നാമത്തെ പോയിന്റിൽ വരുന്നത്. എന്താണെന്ന് നോക്കാം. എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഗ്ലിസറോൾ ആണ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസിൽ വരുന്നത്. ഫാറ്റ്സ് ആൻഡ് ഓയിൽസിൽ വരുന്നത് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഗ്ലിസറോൾ. നിങ്ങൾ ഇത് ഇതുപോലെ തന്നെ പഠിക്കുക, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ തന്നെ പഠിക്കുക, ഇതിന്റെ മലയാളത്തിലോട്ടൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, അതായത് ഫാറ്റും ഓയിൽസിലും എങ്ങനെയാണെന്ന് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഗ്ലിസറോൾ. ഇവിടെ എന്താണ്, ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും എസ്റ്റർ ആണ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസിൽ അടങ്ങിയിരിക്കുന്നത്. ഫാറ്റ്സ് ആൻഡ് ഓയിൽസിൽ അടങ്ങിയിരിക്കുന്നത് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഗ്ലിസറോൾ. അതായത് ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും എസ്റ്റർ ആണ്. അതായത് ട്രൈഗ്ലിസറോൾസ് എന്ന് പറയുന്നു. ട്രൈഗ്ലിസറോൾസ്, ഈ ഗ്ലിസറോളിനെയാണ് ട്രൈഗ്ലിസറോൾസ് എന്ന് പറയുന്നത്. ദെൻ അതിലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് വാക്സസ് ആണ്. വാക്സസ് അതായത് മെഴുക്. അതിൽ വരുന്നത് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഹൈ മോളിക്യുലാർ വെയിറ്റ് ഓഫ് മോണോഹൈഡ്രിക് ആൽക്കഹോൾ. അതായത് വാക്സസിൽ വരുന്ന എസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റി ആസിഡിന്റെ തന്നെ എസ്റ്റർ ആണ്. അതിൽ എന്ത് അടങ്ങിയിട്ടുണ്ട്, ഹൈ മോളിക്യുലാർ വെയിറ്റ് മോണോഹൈഡ്രിക് ആൽക്കഹോളും അടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, സിമ്പിൾ ലിപ്പിഡ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഒന്നാമത്തെ സിമ്പിൾ ലിപ്പിഡ്സ് ആണ്. They are esters of fatty acids with alcohol. അതായത് ഫാറ്റി ആസിഡിന്റെയും അതുപോലെ ആൽക്കഹോളിന്റെയും എസ്റ്റർ ആണ് സിമ്പിൾ ലിപ്പിഡ്സ്. ദെൻ അതിൽ രണ്ട് പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. ഫാറ്റ്സ് ആൻഡ് ഓയിൽസിൽ വരുന്ന എസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റി ആസിഡ്സ് വിത്ത് ഗ്ലിസറോൾ ആണ്. ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും എസ്റ്റർ ആണ് ഇതിൽ വരുന്നത്, അതായത് ട്രൈഗ്ലിസറോൾസ് എന്ന് പറയും. ദെൻ ബി വാക്സസ് ആണ് വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് വാക്സസ്. വാക്സസിൽ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഹൈ മോളിക്യുലാർ വെയിറ്റ് മോണോഹൈഡ്രിക് ആൽക്കഹോൾ ആണ് വരുന്നത്. ഇവിടെ എസ്റ്റർ ഓഫ് ഫാറ്റി ആസിഡിന്റെ കൂടെ തന്നെ എന്താണുള്ളത്, ഹൈ മോളിക്യുലാർ വെയിറ്റ് ഓഫ് മോണോഹൈഡ്രിക് ആൽക്കഹോൾ ആണ് വരുന്നത്. ക്ലിയർ ആയോ? ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാം. ഓക്കെ ഓക്കെ, വാക്സസിൽ വരുന്നത് എസ്റ്റർ ഓഫ് ഫാറ്റി ആസിഡിന്റെ തന്നെ എസ്റ്റർ ആണ്. അതിൽ എന്താണുള്ളത്, വിത്ത് ഹൈ മോളിക്യുലാർ വെയിറ്റ് മോണോഹൈഡ്രിക് ആൽക്കഹോൾ ആണ് വരുന്നത്. ഹൈ മോളിക്യുലാർ വെയിറ്റ് ആയിട്ടുള്ള മോണോഹൈഡ്രിക് ആൽക്കഹോൾ ആണ് ഉള്ളത്. എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഹൈ മോളിക്യുലാർ വെയിറ്റ് ഓഫ് മോണോഹൈഡ്രിക് ആൽക്കഹോൾ. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. ഷിഫാന, കെമിസ്ട്രി ഓഫ് ലിപ്പിഡ്സ് പറ. ഓക്കെ 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 ഗുഡ്. സെല്ലിയ, റോൾ ഓഫ് ലിപ്പിഡ്സ് പറ.
Okay, good. Shamina, simple lipids പറ. Okay, good. Okay. ഇത്രയാണ് സിമ്പിൾ ലിപ്പിഡ്സ്. നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനോട്ട് നോക്കാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കോമ്പൗണ്ട് ലിപ്പിഡ്സ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കോമ്പൗണ്ട് ലിപ്പിഡ്സ്. Okay, they are esters of fatty acids and alcohols containing additional groups. അതായത് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഉണ്ടെങ്കിൽ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡും ആൽക്കഹോളും ഉണ്ട്. അതുകൂടാതെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഗ്രൂപ്പും കൂടി അടങ്ങിയിട്ടുണ്ട് ഇതിൽ. ഓക്കെ, എന്നിട്ട് പറയാം they are esters of fatty acids and alcohols. അതായത് ഫാറ്റി ആസിഡിന്റെയും ആൽക്കഹോൾസിന്റെയും എന്താ പറയുക എസ്റ്റർ ആണ്. അതുകൂടാതെ തന്നെ കണ്ടെയ്നിങ് അഡീഷണൽ ഗ്രൂപ്പ്സ്, അതുകൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സും അടങ്ങിയിട്ടുണ്ട്. Okay, they are esters of fatty acids and alcohols containing additional groups. അതായത് ഫാറ്റി ആസിഡിന്റെയും ആൽക്കഹോളിന്റെയും എസ്റ്റേഴ്സ് ആണ്. ഇതിൽ എക്സ്ട്രാ അഡീഷണൽ ഗ്രൂപ്പും അടങ്ങിയിട്ടുണ്ട്, അഡീഷണൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സും അടങ്ങിയിട്ടുണ്ട്. There are 4 subdivisions under this group. ഇതിൽ 4 subdivisions ആണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. ഈ ഗ്രൂപ്പിൽ 4 subdivisions വരുന്നുണ്ട്. അത്രയും ക്ലിയർ ആയോ? ഓക്കെ, അതിലെ ഒന്നാമത്തെ സബ്ഡിവിഷൻസിലെ ഒന്നാമത്തതാണ് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ്സ്. ഒന്നാമത്തത് ഫോസ്ഫോലിപ്പിഡ്സ്. അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. They contain fatty acids, glycerol, phosphoric acid and a nitrogenous compound. For example, lecithin, cephalin, sphingomyelin. ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ സബ്ഡിവിഷൻ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ സബ്ഡിവിഷൻ ആണ്. ആ ഫോസ്ഫോലിപ്പിഡിൽ എന്തൊക്കെ ഘടകങ്ങളാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. They contain fatty acids. അതായത് ഇതിൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട്, then ഗ്ലിസറോൾ ഉണ്ട്, then ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, and a nitrogenous compound. അതായത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളും ഉണ്ട്, നൈട്രോജനസ് കോമ്പൗണ്ട്സും ഉണ്ട്. എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നൈട്രോജനസ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഫോർ എക്സാമ്പിൾ ലെസിത്തിൻ ഒരു എക്സാമ്പിൾ ആണ്, cephalin, sphingomyelin. സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത് ലെസിത്തിൻ, cephalin, sphingomyelin. അതുപോലുള്ള ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഒന്നാമത്തെ സബ്ഡിവിഷൻ. അതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. They contain fatty acids, glycerol, phosphoric acid and a nitrogenous compound. നൈട്രോജനസ് കോമ്പൗണ്ട് അതിന് എക്സാമ്പിൾസ് ആണ് ലെസിത്തിൻ, സെഫാലിൻ, സ്ഫിഞ്ചോമൈലിൻ. അതുപോലുള്ള ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ രണ്ടാമത്തെ സബ്ഡിവിഷൻ ഗ്ലൈക്കോലിപ്പിഡ്സ്. രണ്ടാമത്തെ സബ്ഡിവിഷൻ ഗ്ലൈക്കോലിപ്പിഡ്സ് നോക്കാം. They are lipids containing carbohydrate and nitrogen but no phosphoric acid and glycerol. അതായത് ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത്? They are lipids containing, ഈ ലിപ്പിഡ്സിൽ അടങ്ങിയിരിക്കുന്നത് ലിപ്പിഡ്സ് അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ലിപ്പിഡ്സ് ഇതിന്റെ പ്രസൻസ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പിന്നെ നൈട്രജൻ ഉണ്ട്. Then but no phosphoric acid and glycerol. പക്ഷെ ഇവിടെ ഫോസ്ഫോറിക് ആസിഡും ഗ്ലിസറോളും ഇല്ല. ഒന്നുകൂടി പറയാം. ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ് രണ്ടാമത്തെ സബ്ഡിവിഷൻ. They are lipids containing carbohydrate and nitrogen. അതായത് ലിപ്പിഡ്സ് അടങ്ങിയിരിക്കുന്ന രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ്സും നൈട്രജനുമാണ് ഈ ഗ്ലൈക്കോലിപ്പിഡ്സിൽ വരുന്നത്. ബട്ട് നോ ഫോസ്ഫോറിക് ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. പക്ഷെ ഇവിടെ എന്താണ്? ഫോസ്ഫോറിക് ആസിഡും ഗ്ലിസറോളും ഇല്ല. ഒന്നുകൂടി പറയാം. ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. They are lipids containing carbohydrate and nitrogen, but no phosphoric acid and glycerol. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ മൂന്നാമത്തെ സബ്ഡിവിഷൻ സൾഫോലിപ്പിഡ്സ്. മൂന്നാമത്തെ സബ്ഡിവിഷൻ സൾഫോലിപ്പിഡ്സ്. ഓക്കെ, അതിൽ എന്താണ് ലിപ്പിഡ്സ് കണ്ടെയ്നിങ് സൾഫേറ്റ് ഗ്രൂപ്പ്സ്. സൾഫോലിപ്പിഡ്സിൽ ലിപ്പിഡ്സ് കണ്ടെയ്നിങ് സൾഫേറ്റ് ഗ്രൂപ്പ്സ്. സൾഫോലിപ്പിഡ്സിൽ അടങ്ങിയിരിക്കുന്നത്
അതായത് ലിപ്പിഡ്സ് അടങ്ങിയിരിക്കുന്ന രീതിയിലുള്ള സൾഫേറ്റ് ഗ്രൂപ്പ് ആണ് വരുന്നത്. ലിപ്പിഡ്സ് കണ്ടെയ്നിങ് സൾഫേറ്റ് ഗ്രൂപ്പ്സ് ആണ് സൾഫോലിപ്പിഡ്സിൽ വരുന്നത്. മൂന്നാമത്തെ സബ് ഡിവിഷൻ സൾഫോലിപ്പിഡ്സ് ആണ്. അതിൽ വരുന്നത് ലിപ്പിഡ്സ് കണ്ടെയ്നിങ് സൾഫേറ്റ് ഗ്രൂപ്പ് ആണ്. ലിപ്പിഡ്സ് അടങ്ങിയ രീതിയിലുള്ള സൾഫേറ്റ് ഗ്രൂപ്പ് ആണ് സൾഫോലിപ്പിഡ്സിൽ വരുന്നത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? ഓക്കെ. ദെൻ ഫോർത്ത് വൺ, നാലാമത്തെ സബ് ഡിവിഷൻ ലിപ്പോപ്രോട്ടീൻ. ലിപ്പോപ്രോട്ടീൻ. Okay, in that they are attached to proteins. അതായത് ലിപ്പോപ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത്. They are present in plasma and tissues. ഇത് പ്ലാസ്മയിലും ടിഷ്യൂസിലൊക്കെയാണ് കാണപ്പെടുന്നത്. ലിപ്പോപ്രോട്ടീൻ ആണ് നാലാമത്തെ സബ് ഡിവിഷൻ. They are attached to proteins. ഇത് പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത്. They are present in plasma and tissues. ഇത് കാണപ്പെടുന്നത് പ്ലാസ്മയിലും ടിഷ്യൂസിലും ആണ്. Lipoprotein, they are attached to proteins. They are present in plasma and tissues. Clear ആയോ? അതായത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആണ്. അതിൽ 4 സബ് ഡിവിഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, ദെൻ സൾഫോലിപ്പിഡ്സ്, ദെൻ ലിപ്പോപ്രോട്ടീൻ. ഓക്കെ, മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.